ബഹുമാനപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, ഈ 3 ധനാഭ്യർത്ഥനകളെയും ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ബഹുമാന്യരായ 2 UDF അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെയും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും എല്ലാം ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വനം വകുപ്പിൻ്റെയും മേൽ ആരോപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വരുത്തുന്ന വലിയ കുറ്റകരമായ വീഴ്ച, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതേപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ആവശ്യമായ ധനസഹായം നൽകുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ എന്ത് പങ്കാണ്, എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്ന് കൂടി അദ്ദേഹം ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം സംസ്ഥാന വനം വകുപ്പ് 620 കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മുടെ വനമേഖലയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. നിഷ്കരണം അത് തള്ളിക്കളഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ഒറ്റ UDF MPമാരും തയ്യാറായില്ല എന്നത് ഏറെ ഖേദകരമാണ് സാർ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കുറുക്കോളി മൊയ്തീനിയുടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പരാമർശിച്ചു. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ക്ഷീരവികസന മേഖല മാതൃകാപരമായി മുന്നോട്ട് പോവുകയാണ്. കേരളം ഇന്ന് ക്ഷീരകാര്യത്തിൽ, പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയുടെ അടുത്തെത്തുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പണ്ട് കവി പാടിയതുപോലെ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള ആ ഒരു കവിവാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ സമയപരിമിതി മൂലം. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ അധീനതയിലുള്ള വന്യമൃഗങ്ങൾ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ അധീനതയിലുള്ള നാട്ടുമൃഗങ്ങളെ കൊന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ആ കാര്യത്തിൽ നമുക്ക് രണ്ടിനെയും സംരക്ഷിക്കണം. പക്ഷേ വനം മന്ത്രിയുടെ മൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കണം. അതുകൊണ്ട് നാട്ടിലുള്ള നമ്മുടെ നാട്ടുമൃഗങ്ങളെ കൊന്നു തിന്നുന്ന സ്ഥിതിയും അതോടൊപ്പം മനുഷ്യരെ കൊല്ലുന്ന സ്ഥിതിയും അവസാനിപ്പിക്കാനുള്ള നടപടികൾ നമുക്ക് കൂട്ടായി നടപ്പിലാക്കിയ മതിയാവുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. വനം വകുപ്പിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും വനം വകുപ്പ് ശ്രദ്ധേയമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാതെ പോകാൻ കഴിയില്ല സാർ. ഇപ്പം തന്നെ പുതുതായി 9 RRTകൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വണ്ടമ്പതാൽ എരുമേലി ഡിവിഷൻ്റെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ ഒരു RRT അനുവദിച്ചിട്ടുണ്ട്. ഞാനതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ ഫെൻസിങ്ങിനുള്ള നടപടികൾ, ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിലയിൽ സാധ്യമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് കാണാതെ പോകുന്നില്ല സാർ. 1-2 ചെറിയ കാര്യങ്ങൾ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെയാണ് ശബരിമല ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള കാനനപാത. ആ കാനനപാതയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളും സംരക്ഷണ പ്രവർത്തനങ്ങളും വനംവകുപ്പാണ് ചെയ്യേണ്ടത്. അത് കുറെ കൂടെ കാര്യക്ഷമമായി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വനത്തിലൊരു ക്ഷേത്രമുണ്ട്, കാളകെട്ടി. ആ കാനനപാതയിലൂടെ വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തർ ആ ക്ഷേത്രത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് കാനനപാതയിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥയും ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൻ്റെ ശോച്യാവസ്ഥയും ഒക്കെ പരിഹരിക്കേണ്ടത് വനത്തിനകത്തൂടായുണ്ട്. വനം വകുപ്പിൻ്റെ ഒരു ചുമതലയാണ്. അക്കാര്യത്തിലും കൂടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പമ്പാവാലി, ഏഞ്ചൽ വാലി എന്ന പ്രദേശത്തെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഒഴിവാക്കാനെടുത്ത തീരുമാനം 19/1/2023 അത് കേന്ദ്ര വന്യജീവി ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ. അതിനു വേണ്ടിയിട്ട് അയക്കാൻ തന്നെ 1 വർഷത്തോളം വൈകാനിടയായ ഒരു സാഹചര്യമുണ്ട്. 25/1/24 അനുമതിക്ക് അയച്ചപ്പോൾ അത് പരിവേഷണ പോർട്ടലിലൂടെ അയക്കണമെന്നുള്ള നിബന്ധന പാലിക്കാത്തത് മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും നടന്നിട്ടില്ല. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നങ്ങ് പരിശോധിക്കുകയും അതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഈ ചർച്ചയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടെ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, സമയം തരുന്നതുകൊണ്ട്. വന്യജീവി ആക്രമണം തടയുവാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നടപടികളും വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കുറെ കൂടി ഇഫക്റ്റീവായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കണം. ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളൊരു വിഷയമാണ് വനമേഖല. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിയമത്തോട് ഉപോദ്ബലകമായി തന്നെ കേരളത്തിന് നിയമം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254(2) പ്രകാരം കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക്
സംസ്ഥാന തലത്തിൽ നിയമം നിർമ്മിക്കാൻ കഴിയും, രാഷ്ട്രപതിയുടെ അസന്റ് വേണമെന്നുള്ളതേ ഉള്ളൂ. ആ നിലയിൽ ഈ വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് കേരളം മുൻകൈയെടുക്കുകയും സാധ്യതകൾ വളരെ ഗൗരവതരമായി പരിശോധിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മൃഗസംരക്ഷണ മേഖലയുമായിട്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അല്പസമയം മതി സാർ. കന്നുകുട്ടി പരിപാലന കാര്യത്തിൽ ഏറ്റവും നല്ല നടപടികൾ സ്വീകരിക്കുമ്പോഴും അത് കുറെ കൂടെ ഊർജിതവും കാര്യക്ഷമവുമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കന്നുകാലികളുടെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ സബ്സിഡി നൽകുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രീമിയം പൂർണ്ണമായും സബ്സിഡിയായി നൽകുകയോ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഫാം എയ്ഡ് പാക്കേജും സംരംഭകത്വ വികസനവും കർഷകർക്ക് നഷ്ടപരിഹാരവും പ്രതിരോധ കുത്തിവയ്പ്പും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ മാതൃകാപരമാണ്. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയെ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.